Hi friends, welcome back to shadi'scorner. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുത്തൻ റൈസുമായിട്ടാണ്. ബിരിയാണി തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ shadi'scorner ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലിൻ്റെ പടം തെളിഞ്ഞു വരും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒക്കെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പീനട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ പീനട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. റോസ്റ്റ് ചെയ്ത പീനട്ടാണെങ്കിൽ അത് വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് റോസ്റ്റായതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പച്ചമല്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തത്. ഇനി ഒരിത്തിരി ഓയിൽ പാർന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 10-15 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് ഞാൻ ഇത്ര തോനെ എടുത്തത്. നിങ്ങൾക്ക് എരിവുള്ള മുളകാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാം. മുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞ് വരണം. ഇത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം. അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി ഡ്രൈ ആവണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള എല്ലാ മസാലകളും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ടും കപ്പലണ്ടിയും എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് റൈസിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 5-6 ഏലക്കായി, ചെറിയ 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു സ്റ്റാർ അനൈസ്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, 2 ബേ ലീഫ്സ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം നന്നായി തിളക്കാൻ വെക്കുക. ഇനി നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ച പച്ചമുളകൊന്ന് ചതച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 kg ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പുതിനയിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞത്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, ഒരു 3/4 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇത് തിള വരുമ്പോൾ സിമ്മിലാക്കിയിട്ട് ഒരു ഏകദേശം ചിക്കൻ 80% വേവാൻ വെക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ അരിയാണ് ബിരിയാണി റൈസ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ചേർക്കാം. ഇതൊരു 4 കപ്പ് റൈസ് ഉണ്ടാവും. ഏകദേശം 1 കിലോ ചിക്കൻക്ക് 1 കിലോ തന്നെ അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ 50% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയിട്ട് നന്നായി മിക്സാക്കണം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളർ ആവശ്യമുള്ളവർക്ക്. ഞാനിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. ഇത് വേണമെന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ വൈറ്റ് കളറിൽ മതി. ഇത് ശരിക്കൊരു വൈറ്റ് ബിരിയാണി ആയിരിക്കും. ഇത് മൂടി വെച്ച് 80% വേവിക്കുക. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, റൈസും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ഞാൻ ലെയറായിട്ടാണ് നിരത്തുന്നത്. ആദ്യം ഇതിന് മുകളിൽ മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഓണിയനും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വിതറി കൊടുക്കാം. രണ്ടാമത്തെ ലെയർ നിരത്തി ചോറ്. ഇനി ഇതിൻ്റെ മുകളിലും ബാക്കിയുള്ളത് നമുക്ക് അതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം.
ഇനി ഓയിൽ നെയ്യ് മുകളിൽ പാർന്ന് കൊടുക്കുക. ഓയിലല്ല, സോറി, നെയ്യ്. ഇനി നമുക്കിത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് മൂടിയിട്ട് ഏകദേശം അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കുക. ലോ ഫ്ലെയിം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക്, റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. നമ്മൾ സാധാ ബിരിയാണിയിൽ നിന്നൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, തക്കാളിയൊന്നും ആവശ്യമില്ല, ഉള്ളി തന്നെ കുറച്ച് മതി. ഇനി നമുക്കിതിലെ മസാല ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബിരിയാണി കമഴ്ത്താൻ വേണ്ടിയിട്ടാണിത്. അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.